കേരളത്തിലെ മുതിർന്ന സഖാവ് CPM സഖാവ് EP ജയരാജൻ BJPയിലേക്ക് പോകുന്നു. അത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് കണ്ടു. അതിനെപ്പറ്റിയുള്ള മലയാളം മീഡിയ ഡിസ്കഷൻ്റെ അകത്ത് ഇലക്ഷനേക്കാളും വോട്ടെടുപ്പിനേക്കാളും അതിന് പ്രാധാന്യം കിട്ടി. ഉറപ്പായിട്ടും അതിന് പ്രാധാന്യം കിട്ടും. കാരണം ഇത്രയും നാളും CPM പറഞ്ഞ മതേതരത്വം, അതായത് BJP ആണ് അവരുടെ ഒന്നാം ശത്രു, BJP ഫാസിസ്റ്റ് പാർട്ടിയാണ്, ഇതിനെ മുഴുവനും തകിടം മറിക്കുന്ന രീതിയിലാണ് ജയരാജൻ ആക്ഷൻ എടുത്തത്. അപ്പൊ ഇന്നലെ 2 ദിവസമായിട്ട് നടക്കുന്ന ഡിസ്കഷൻ്റെ അകത്ത് ഇവർ BJPയുടെ ലീഡേഴ്സിനെ ഇരുത്തിയാണ് ഈ വൈകിട്ടത്തെ ഡിബേറ്റ് നടത്തുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ ഈ ന്യൂസ് ആങ്കർമാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് BJPക്കാരോട്, നിങ്ങൾ എന്തിനാണ് ഈ ജയരാജനെ പോലെയുള്ളവരെ പാർട്ടിയിൽ കൊണ്ടുവരുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇത് ഓപ്പറേഷൻ കമലയുടെ ഭാഗമല്ലേ? അപ്പം ചില BJP നേതാക്കന്മാർക്ക് ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് പറയുന്നില്ല. ചിലരൊക്കെ ചില ആങ്കേഴ്സ് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് പാർട്ടി പ്രവർത്തകരില്ലാതെ ഈ ബ്രോക്കർ നന്ദകുമാർ എന്ന് പറഞ്ഞ ഫ്രോഡ്, ഫ്രോഡ് എന്നാണ് MB ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന അയാളെ പറ്റി CPM പറയുന്നത്. അതേപോലെ പിണറായി വിജയൻ വളരെ മോശമായ ഭാഷയാണ് അയാളെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനാണ് അയാളെ പോലെ ഉള്ള ഒരാളെ മീഡിയേറ്ററായിട്ട് ഉപയോഗിച്ച് BJPയിലോട്ട് കൊണ്ടുപോയത്? ഈ ചോദിക്കുന്നത് ആരാണ്? ഈ മീഡിയ, ഈ പറയുന്ന ഡിബേറ്റ് ചാനലിൻ്റെ അകത്ത് ന്യൂസ് ആങ്കേഴ്സാണ് ചോദിക്കുന്നത്. അപ്പൊ എൻ്റെ ചോദ്യം ഈ ന്യൂസ് ആങ്കേഴ്സിനോടാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് BJP ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവര് വല്ല ആശ്രമോ സന്യാസിമാരോ ഒന്നും അല്ല. അവരവരുടെ പൊളിറ്റിക്കൽ പാർട്ടി വലുതാക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗത്തും അവർ പല ഓപ്പറേഷൻസ് നടത്താറുണ്ട്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമ്പർ 1. പിന്നെ ആരാണ് അവിടെ കൊണ്ടുവരുന്നത്? ആരാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. അത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തു നിന്ന് ഞാൻ എൻ്റെ ചോദ്യമാണ്. അൽഫോൺസ് കണ്ണന്താനം പോയി, ഓപ്പറേഷൻ താമരയുടെ ഭാഗമായിരുന്നു. എൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ ഈ ചോദിക്കുന്ന ന്യൂസ് ആങ്കേഴ്സ്, അതായത് നിങ്ങളുടെ ഓരോ ഓർഗനൈസേഷനിൽ ഇത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഓരോ ന്യൂസ് ഓർഗനൈസേഷൻ്റെ അകത്ത്, ഇതിൽ എത്ര പേര് 2 മാസം 3 മാസം മുമ്പ് അവരുടെ പൂർണ്ണമായി എതിരാളിയായ ചാനലിൽ വർക്ക് ചെയ്തവരാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ചാനൽ വിട്ട് ഇങ്ങോട്ട് വന്നത്? എൻ്റെ ചോദ്യമാണ്. നിങ്ങളും പോയത് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും, അവിടത്തെക്കാളും കൂടുതൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ ഒതുക്കാൻ നോക്കി. അതിൻ്റെ പേരിലാണ് നിങ്ങൾ ആ ചാനൽ വിട്ട് വേറെ ചാനലിലോട്ട്, വേറൊരു മീഡിയ ഓർഗനൈസേഷനിൽ പോകുന്നത്. ഇത് പൊളിറ്റിക്സിലുമുണ്ട്, മതത്തിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് പ്രത്യേകമായിട്ട് BJP കണ്ടുപിടിച്ചു ഒന്നുമല്ല ലോകത്ത് ആദ്യമായിട്ട്. ഇത് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്ന സംഭവമാണ്. പിന്നെ ഇവർ ഓപ്പറേഷൻ താമരയുമായിട്ട് ബന്ധപ്പെട്ട് ചില ബേസ്ലെസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ മഹാരാഷ്ട്രയിൽ, അപ്പൊ അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശിവസേനക്കാരനായിരുന്നു. അയാൾ ഒരു കൂട്ടരും ശിവസേനയിൽ നിന്ന് മാറി അവര് വേറെ ഒരു ഗ്രൂപ്പായിട്ട് BJP സപ്പോർട്ടോടുകൂടി ഭരിക്കുന്നു. അത് ഓപ്പറേഷൻ താമരയൊന്നും അല്ല. എല്ലാ പാർട്ടിക്കകത്തും അല്ല, ഒത്തിരി പേര് കൂടുമ്പം അതിനകത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പല സീനിയോറിറ്റി ആൾക്കാർ മാറ്റാൻ ശ്രമിക്കാറുണ്ട്, വലിയ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് ചിലപ്പോൾ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് സ്പ്ലിന്റർ ഗ്രൂപ്പ് ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടിയിൽ അത് വളരെ കൂടുതലാണ്. ഇപ്പൊ കർണാടകയുടെ കാര്യം എടുക്കാം. കർണാടകയിൽ ബേസിക്കലി കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ച് കയറിയത് BJP ആണ്. ആ പാർട്ടിയെ പിളർത്തി അവിടെ അധികാരത്തിൽ വരാൻ ആരാ ശ്രമിച്ചത്? ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് ശ്രമിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിനുശേഷം വീണ്ടും ഈ പറയുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും BJP അധികാരത്തിൽ വരുന്നു. ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. പിന്നെ മറ്റൊന്ന് സംഭവം, ആസാമിന്റെ മുഖ്യമന്ത്രി ശർമ്മ,
അയാളെന്താ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയത്? ഓപ്പറേഷൻ താമരയുടെ ഭാഗം ഒന്നുമല്ല അത്. അതായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അയാളെ ഒതുക്കാൻ ശ്രമിച്ചു, അയാളെ അവഹേളിച്ചു. അത്ര സീനിയർ നേതാവാണ് അയാള്. അതുകൊണ്ടാണ് അയാൾ പാർട്ടി വിട്ടിട്ട് ബി ജെ പി പോയി. ബി ജെ പി പോവുകയും അവിടുത്തെ രണ്ടാമത്തെ ടേമിൽ അവിടുത്തെ ആ ഇരുന്ന് എക്സിസ്റ്റിംഗ് മുഖ്യമന്ത്രിയെ മാറ്റി അയാളെ മുഖ്യമന്ത്രി, കാരണം അത്ര കേപ്പബിൾ ആണ്. ഇപ്പൊ കോൺഗ്രസിന്റെ 8ഓളം പഴയ മുഖ്യമന്ത്രിമാര് ഈ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായിട്ടാണ് ബി ജെ പി പോയത്. ഇത് ബേസിക്കലി നിങ്ങൾ നോൺസെൻസ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇവരൊക്കെ പോയതിന്റെ കാരണം അമരീന്ദർ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രി ഓപ്പറേഷൻ താമരയുടെ ഭാഗമായിട്ടാണോ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്? അയാൾ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു, കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പ്രിയങ്ക ഗാന്ധിക്കും വധേരയ്ക്കും അയാളെ മാറ്റാൻ തോന്നി. ഇതാണ് സംഭവം. കാരണം അവരുടെ പല കച്ചവടവും അവിടെ നടക്കാൻ അയാൾ സമ്മതിച്ചില്ല. അതിന്റെ പേരിൽ അയാളെ മാറ്റി. എന്തിന്റെ പേരിലാണ് മാറ്റിയത് എന്ന് ഇന്നും കോൺഗ്രസ് പാർട്ടി പറയുന്നില്ല. ചിലർ പറയുന്നത് സിദ്ധുവിന് വേണ്ടി മാറ്റി. സിദ്ധു അവിടെ പോയി, സിദ്ധു അതിന് നേരെ പോയ ജയിലിലോട്ട്. ഇതേപോലെ പലയിടത്തും പല സംസ്ഥാനത്തും പല പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പേരിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പലരും മാറിപ്പോകുന്നത്. അതിപ്പോ CPM-നകത്ത് ഞാൻ ചോദിക്കാം, ഈ ബംഗാളിലും ത്രിപുരയിലും ഓപ്പറേഷൻ താമരയുടെ ഭാഗമായിട്ടാണോ CPM-ന്റെ നേതാക്കളെല്ലാം BJP പോയത്? ത്രിപുരയിൽ സംഭവിച്ചത് ഓപ്പറേഷൻ താമരയുടെ ഭാഗമാണോ? അവിടെ പാർട്ടി ഇല്ലാതായി, പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയാ പോയത്. പിന്നെന്തിനാ പാർട്ടിക്കാർ അവിടെ നിൽക്കുന്നത്? ഇതൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ BJP എന്ന് പറഞ്ഞ പവറുള്ള രാഷ്ട്രീയമാണ്, അവർക്ക് അധികാരമുണ്ട്. ഇന്ത്യയുടെ സ്വഭാവമല്ല, ലോകത്തിന്റെ സ്വഭാവമാണ്. അധികാരമുള്ളിടത്ത് അങ്ങോട്ട് പോകും. അത് തന്നെയാണ് ജയരാജൻ ചെയ്തത്. ജയരാജൻ ഈ പാർട്ടിക്കകത്ത് നിൽക്കാനുള്ള താല്പര്യമില്ലായിരുന്നു, കാരണം അയാളെ ഒതുക്കി എന്നുള്ള തോന്നലുണ്ടായി. പിന്നെ ജയരാജൻ പറയുന്ന പലതും കള്ളമാണ്. നീ ജയരാജന് ഈ ജയരാജൻ അവർകൾ എന്നൊക്കെ ഈ ചാനലിലിരുന്ന് CPM-കാരൊക്കെ പറയുമ്പോൾ സത്യം പുച്ഛം തോന്നിയിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു CPM-കാരന് ഈ പാർട്ടിയെയും അതിൻ്റെ എല്ലാ സംഭവത്തെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ട്, അതായത് പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ട് BJP-യിലോട്ട് പോയ ആളെ അയാളെ വിളിക്കുക ജയരാജൻ സഖാവ് അവർകൾ. സത്യം പറയാൻ അവനെ ചവിട്ടിക്കൊല്ലണം. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടി, കാരണം ഞാൻ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ആളല്ല, കുറച്ചൊക്കെ മൂല്യമുള്ള പാർട്ടിയാണ്. അതിനെ നശിപ്പിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. കാരണം CPM കൊണ്ട് കേരളത്തിൻ്റെ സോഷ്യൽ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം സഹകരണ ബാങ്ക് ഈ സംഭവത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലെ മൈക്രോ മാനേജ്മെന്റ്, മൈക്രോ എക്കോണമി മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ CPM ഒന്നുമല്ല. ഇന്ന് മുഴുവനും ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് കള്ളന്മാരും കൊള്ളക്കാരുമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പൊ CPM എന്ന് പറഞ്ഞ പാർട്ടി നശിക്കണമെന്നും കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി നശിക്കണമെന്ന് എനിക്ക് താല്പര്യമേ ഇല്ല. ഇവിടെ ഈ പാർട്ടികളൊക്കെ ഉണ്ടാകണം, പക്ഷെ ഇവരിൽ പറ്റിയിരിക്കുന്ന പല കാര്യങ്ങളും, അതായത് തെറ്റുകൾ ഇവർ തിരുത്തി മുന്നോട്ട് പോകണം. ജയരാജനും 10 പേരും കൂടെ BJP-യിലോട്ട് പോകാനുണ്ടായ കാരണത്തെ പറ്റിയാണ് ബേസിക്കലി ചർച്ച ചെയ്യേണ്ടത്. എന്തിനാണ് BJP അവന്റെ വാതിൽ തുറന്നിട്ടത്? ഇതിനെപ്പറ്റിയാണ് ചർച്ച. ഇതിനെപ്പറ്റി ചർച്ച ബേസ്ലെസ് ചർച്ച. ഈ ചർച്ച അവിടെ ചെന്ന് നിൽക്കും. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ആൾക്കാരെ കയറ്റും, അവരതിൻ്റെ അകത്ത് അവരുടെ വാതിൽ തുറന്നിട്ടേക്കുവാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതാണ് ജനാധിപത്യത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പം പലർക്ക് സീറ്റ് കിട്ടിയില്ല BJP-യിൽ. അവർ പലരും കോൺഗ്രസ് പാർട്ടിയിലും മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടിയിലും പോയി. അതിന്റെ കാരണം ഓപ്പറേഷൻ കൈ കോൺഗ്രസ് നടത്തിയുണ്ട്. അതല്ല, അതിന് അവരുടേതായ പല റീസൺസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മീഡിയ ഉണ്ടാക്കിയെടുക്കുന്ന, അതായത് കോൺസ്പയർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഗൂഢാലോചന, അതായത് നന്ദകുമാർ നന്ദകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അല്ലെങ്കിൽ നന്ദകുമാറിന്റെ ഭാഗത്ത് വേറൊരാൾ വരും. ഇപ്പൊ എനിക്കറിയാവുന്ന വസ്തുതയാണ് ഈ അനിൽ ആന്റണിയുടെ ഇഷ്യൂ. അനിൽ ആന്റണി BJP-യുടെ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായിട്ടാണ് പോയത്? ഒരിക്കലുമല്ല. അനിൽ ആന്റണിക്ക് പിന്നെ കോൺഗ്രസിൽ അതിൻ്റെ ഭാവിയില്ലെന്നായി, അതുകൊണ്ട് പോയി. അതേപോലെയാണ് ആൾക്കാർ പോകുന്നത്. അപ്പൊ ഈ ഇപ്പോഴത്തെ കേരളത്തിലെ മീഡിയ ഈ കാണിക്കുന്ന കോൺസ്പയർ ചെയ്യുന്ന ഗൂഢാലോചന അടിസ്ഥാനപരമായിട്ട് BJP-യെ താറടിക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ഇവിടെ BJP ഗെയിനറാണ്. അതാദ്യം മനസ്സിലാക്കണം. അതായത് കോൺഗ്രസിൽ നിന്നും പോകുന്നു,
CPM നിന്നും പോകുന്നു, അതിൻ്റെ സീനിയർ നേതാക്കൾ BJPയിലോട്ട് പോകുന്നു. അതിൻ്റെ കാരണം എന്താണ് ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറ്റിയ മൂല്യച്യുതി? ഇതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അല്ലാതെ അവർ വാതിൽ തുറന്നിട്ടേക്കുന്നു, അങ്ങോട്ട് ആൾക്കാർ പോകുന്നു, ഉറപ്പായിട്ടും പോകും. അത് നോർമൽ പ്രോസസ്സിന്റെ ഭാഗം മാത്രമാണ്.